നമുക്ക് ഇങ്ങനെ ഹലോ പോകാം. ലിയാക്കത്തലി ഹലോ, ഭായി, എന്തുണ്ട് സുഖല്ലേ? സുഖം. ഞങ്ങൾ ഇന്നലെ നിങ്ങള് ഷെമീറുമായിട്ടുള്ള ഇത് കണ്ടിരുന്നു ഇന്നലെ ആ രാത്രി ലൈവായിട്ട് ആ സംവാദം. ആ പിന്നെ ഖുറാന്റെ സംവാദമല്ലല്ലോ ഇന്നത്. അല്ല, നിങ്ങൾ രണ്ടാളും ഒരാള് സംവാദം എന്ന് പറയുന്നത് ഒരാള് സംവാദമല്ല. അല്ല, നമ്മള് അത് ചർച്ച എന്നാ സംവാദം പറയുന്നത്. അല്ലാന്ന് ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾ സംവാദം എന്ന് പറഞ്ഞുകൊണ്ട് സംവാദം അല്ലാന്ന് ഞങ്ങളോട് പറഞ്ഞതാണ്. അല്ല, ഇത് നിങ്ങൾ അതിന് മുമ്പ് തലേത്തെ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ സംവാദമല്ല എന്ന് നിങ്ങൾ വിളിക്കുന്ന ഒരു കോളും ഞാൻ കേട്ടിരുന്നു. ആ അല്ല, ശരിക്കും സത്യത്തില് സംവാദം എന്ന് പറയുന്നത് പിന്നെ ലിയാഖത്തലി ഈ ബായിന്റെ വാദം ലിയാഖത്തലി ബായി പറയുകയും മൂപ്പരുടെ വാദം മൂപ്പർ പറയുകയും അപ്പം രണ്ടാള് തർക്കിക്കുമ്പോൾ തന്നെയല്ലേ സംവാദം അത് എന്ന് പറയാം. വാദപ്രതിവാദേ ആവുള്ളൂ. ആ ഉം. ആ ഓക്കെ. സംവാദമല്ല. അതില് സംവാദം എന്ന് ആ പറഞ്ഞാല് നമ്മളൊരു ആ പർട്ടിക്കുലർ വിഷയത്തില് രണ്ടഭിപ്രായം ഉണ്ടാവും. ആ ഉം രണ്ടഭിപ്രായമുള്ള ആളുകൾ തമ്മിൽ അതിനൊരു ഉം വ്യവസ്ഥ എഴുതി തീരുമാനിക്കും. ഉം എന്നിട്ട് അതിനൊരു സ്ഥലം തീരുമാനിക്കും. ആ സംവാദത്തിന് ആ ഒരു മോഡറേറ്റർ നിശ്ചയിക്കും. എന്നിട്ട് ഓ നടത്തുന്നതിനാണ് സംവാദം എന്ന് പറയാം. അതാണ് സംവാദം. പിന്നെ ശരി. ഭാഷാർത്ഥത്തിൽ ലഫ്ലർത്ഥത്തിൽ ഇപ്പൊ സംവാദം എന്ന് പറയുന്നതിന് പോലെ ആ അല്ലല്ലോ. ഓക്കെ, ശരി. അപ്പൊ നിങ്ങളുടെ ഭാഗം നിങ്ങൾ സംവാദം എന്ന് പറയുന്നത് അങ്ങനെയാണ്, ആയിക്കോട്ടെ. ശരിക്ക് പറഞ്ഞാല് ഉം. നിങ്ങൾ രണ്ടാളും അതായത് ഇപ്പൊ ഷമീർ ആയാലും ലിയാഖത്ത് ആയാലും ഉം. ഒരു സമൂഹത്തിന്റെ നന്മക്കായിരിക്കുമല്ലോ എല്ലാ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്, ആയിരിക്കുമല്ലോ. ഷമീറിന്റെ ആണല്ലോ. കാര്യം അല്ലാണ്ട് എനിക്കറിയില്ല. ആ ഞാനത് സത്യസന്ധമായിട്ട് ആൾക്കാർ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ഉം. ഈ പിന്നെ സ്വാഭാവികമായിട്ടും അങ്ങനെ ആയിരിക്കും. അല്ലാണ്ട് നമ്മളിപ്പോ വെറുതെ ഒരാള് അല്ല, അതെനിക്ക് പിന്നെ അറിയില്ല. നമുക്ക് അറിയാത്ത കാര്യം നമ്മൾ പറയണ്ടല്ലോ. അല്ല, ഷമീറിന്റെ ഷമീറിന്റെ തനിക്ക് ഉദ്ദേശം എന്താന്ന് നമുക്ക് അറിയില്ലാന്ന്. ആ ആ അപ്പോ ഇന്നലെ മൂപ്പര് കുറെ കാര്യങ്ങള്, കാരണം ഈ ഖുറാന് ഈ സനത് എന്ന് പറയുന്നത് അത് എവിടുന്ന് കിട്ടി, എവിടുന്ന് വന്ന, പിന്നെ ഈ തലക്ക് റസൂല് വരെ മുട്ടുന്നുണ്ടോ എന്നാണല്ലോ നിങ്ങൾ അതെ ഉദ്ദേശിക്കുന്നത്, അതെ അല്ലേ? അതെ. അതന്നെ. ഉം. അങ്ങനെ ഇത് എന്തായാലും ഖുറാൻ ഇങ്ങനെ കൈമാറി മാറി മാറി വന്നതാണെന്ന് മൂപ്പര് പറയുന്നുണ്ട്. നിങ്ങൾ ഉം. അതെല്ലാന്നും പറയുന്നുണ്ട്. ഉം. ഓക്കെ. അല്ല, ഞാൻ അത് പറഞ്ഞത് എല്ലാ കൈമാറി വന്നത് അള്ള ആ മുഹമ്മദിന് കൊടുത്ത ഖുർആനാണോ ഉസ്മാൻ ഉം. ഉണ്ടാക്കിയ ഗ്രന്ഥമാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് രണ്ടും ഒന്നാണെന്ന് സ്ഥാപിക്കണമെങ്കിൽ അയാളുടെ സനത് വേണം. അത് തെളിയിക്കണം. അത് എന്റെ ഹബീബി, അത് നമ്മളെല്ലാരും പഠിച്ചത് എങ്ങനെയാണ്? നിങ്ങൾ പഠിച്ചിട്ട് കാര്യമല്ല. സ്വാഭാവിക നിങ്ങൾ പഠിച്ചതല്ല തെളിവ്. സനത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചു എന്നുള്ളതല്ല. എല്ലാ അള്ള മുഹമ്മദിനെ കുറിച്ച് ഞങ്ങളോട് പറയാം. ആ ഫാത്തിഹ സൂറത്തൊന്ന് ഓദിക്കങ്ങള്. അൽഹംദുലില്ലാഹി അല്ല റബ്ബിൽ ആലമീൻ ആ അർറഹ്മാൻ റഹീം മാലിക് മാലിക് യൗമിദ്ദീൻ. ആ ഓക്കെ, അത്ര വരെ ഓക്കെ. ആ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക ആ നസ്തഈൻ. എന്താ അതിന്റെ അർത്ഥം? ആ അള്ളഹാനോട് മാത്രമേ ഇബാദത്ത്, അള്ളഹാനോട് മാത്രമേ സഹായം ചോദിക്കൂ. ഇയ്യാക്ക എന്ന് പറഞ്ഞ എന്താ? പറഞ്ഞോ. ആരോട്? ഞാൻ ഞാൻ അള്ളാഹു. ഞാൻ ആ അല്ലേ? ഞാൻ ആ, ആ ഇയ്യാക നഅ്ബുദു, ഞാൻ നിന്നെ ഉം, മാത്രം ആരാധിക്കും, ആ അല്ലേ? വ നിന്നോട് ഇയ്യാക മാത്രം നസ്തഈൻ. സഹായം ചോദിക്കും. ആ, ഉം, ഉം. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, എന്നെ നേരായ നീ മാർഗം നേരായ മാർഗത്തിൽ. ഇതാരുടെ വചനാണ്? നിങ്ങളെ വചനാണോ അള്ളാഹു, അള്ളാന്റെ വചനാണോ? അള്ളാന്റെ വചനം. അള്ള ആരോടാ പ്രാർത്ഥിക്കുന്നത്? അല്ലല്ലോ പ്രാർത്ഥിക്കുന്നത്, പിന്നെ നമ്മൾ ആര്? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഇത് നമ്മല്ല ഫാത്തിഹ സൂറത്തിലെ ഈ വചനങ്ങൾ ആരുടെ വചനമാണ്? ഇതാ ചോദിച്ചത്. അള്ളാഹുവിന്റെ വചനം. അള്ളാഹുവിനോട് തന്നെ പറയാണോ പ്രാർത്ഥിക്കുക, ഞാൻ എന്നെ മാത്രമേ ആരാധിക്കുള്ളൂ എന്ന്? അല്ലല്ലോ, അള്ളാഹു നമ്മളോട് പറയാൻ വേണ്ടി പറഞ്ഞതല്ലേ നമ്മളോട് നമ്മൾ അള്ളാഹു പറയാൻ പറഞ്ഞു എന്നതിന്റെ തെളിവ് എവിടെ? ആ തെളിവാണല്ലോ നിങ്ങളോട് പിന്നെ റസൂൽ വന്നിവിടെ പ്രബോധനം ചെയ്തതും എന്ത്? ഈ ഖുർആൻ ആയത്തങ്ങനെ അങ്ങനെയല്ല മാറി സുഹൃത്തെ. മാറി. ആ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ഖുർആൻ വചനം അള്ളാഹുവിന്റെ വാക്കാണോ അല്ലേ? അള്ളാഹുവിന്റെ വാക്ക്, ഖുർആന്റെ എല്ലാം അള്ളാഹുവിന്റെ ആ, വാക്കാണ്. അങ്ങനെയാണെങ്കിൽ ഖുർആനിൽ അള്ളാഹുവിന്റെ വാക്കായി പറയുന്ന ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്ന ഈ വാക്ക് ഉം അള്ളാഹുവിന്റെ വാക്കാണെങ്കിൽ അള്ളാഹു ഉം അത് ആരോടാണ് പറയുന്നത്? നമ്മളോട് ഈ ഈ ഏത്? പിന്നെ നമ്മൾ സാധാരണ ഈ ഉം. പിന്നെ പടച്ചോന് എങ്ങനെയാണ് നമ്മൾ ഉം. ഉത്ബോധനം യാ അയ്യുഹല്ലദീന ആമനു, ഉം. വിശ്വസിച്ചവരോടും ഉം. അതൊക്കെ ജനങ്ങളോടുമാണ് അള്ള അള്ളാഹു മനുഷ്യന്മാരെ വിളിച്ച് സംവദിക്കുന്നത്. പറയണല്ലോ. ആ ആ, ആ ഇയ്യാക മനുഷ്യന്മാരോട് നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എവിടുന്ന വന്നു എന്ന് ചോദിച്ചതേ. അതാ ഖുർആനിൽ തന്നെ വന്നത്. നമ്മോട് പറയാണ് നമ്മൾ നേരായ വഴിക്ക്. നമ്മളോട് പറയല്ല, അത് അള്ള പ്രാർത്ഥിക്കണേ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ലിയാഖത്തലി വഴി നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി സുഹൃത്തെ, പറയാണ്. ഇയ്യാക ആ നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നിന്നോട് മാത്രം പ്രാർത്ഥിക്കും, നിന്നെ മാത്രം ആരാധിക്കും, നിന്നോട് മാത്രം സഹായം തേടുന്നു. അതെ ഇത് അള്ള പറയുന്ന വാക്കല്ലേ? അതെ, ആരോടാ പറയണ അള്ള? അള്ളാഹ് നമ്മളോട് പറയാൻ വേണ്ടി പഠിപ്പിക്കുന്നത്. പറയാൻ വേണ്ടി പഠിപ്പിച്ചു. നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? അതല്ലേ ചോദിച്ചേ.
അതന്നെ ഈ പറഞ്ഞത് അത് നിങ്ങള് ഖുറാനിലുണ്ടോ? പിന്നെ അള്ള പറയാൻ വേണ്ടി ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. കുൽ ഉം യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് ഉം പറയുന്നിടത്ത് അള്ള നേരിട്ട് പറയല്ലേ, നബിനോട് പറയാണ് കുൽ യാ അയ്യുഹൽ കാഫിറൂൻ, നബിയെ താങ്കൾ പറയുക, ഉം യാ അയ്യുഹൽ കാഫിറൂൻ, ഉം സത്യനിഷേധികളുടെ കൂട്ടമേ. ഉം. ആ ഓക്കെ, ഉം ഇങ്ങനെ കുൽ ഉം എന്ന് ഈ ഉം ഫാത്തിഹ സൂറത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? എന്റെ ലിയാക്കത്തിന് ഭായി നിങ്ങളൊന്ന് സമാധാനത്തിൽ കേക്ക്. അല്ല, ഇത് എനിക്കൊരു സമാധാനക്കേടില്ല, നിങ്ങള് പറയേ. ഇത് അതാണ് അള്ളാഹു ഞാൻ പറഞ്ഞു നമ്മളോട് വരുന്നത്. പറയാൻ പറയുന്നതായിട്ട് നിങ്ങൾക്ക് നമ്മളോട് ഇത് ഖുർആൻ വചനത്തിലുണ്ടോ? നമ്മൾ ഇതൊക്കെ പഠിച്ചതും പഠിപ്പിച്ചതും ലിയാക്കത്തലി ഭായിക്കിപ്പോ ഈ നിങ്ങൾ ഖുർആൻ പഠിച്ചോ പഠിപ്പിച്ചില്ല എന്നല്ല, അല്ല സനത് ഞാൻ എന്ന് പറയുന്നത് പറഞ്ഞാൽ എന്താ? ഞാൻ നിങ്ങളിപ്പോ ആധികാരികമായി തർക്കരഹിതമായി നിലനിൽക്കുന്ന രേഖ, തെളിവ്. നിങ്ങൾ ഈ നിങ്ങൾ ഫാത്തിഹ ഈ സൂറത്തിന്റെ കേസിൽ ഇബ്നു മസ്ഊദിന്റെ ഖുർആനിൽ ഫാത്തിഹ ഞാൻ ഒരു മിനിറ്റ് രേഖപ്പെടുത്തിയിരുന്നില്ല. ലിയാക്കത്തലി നമുക്ക് എന്തുകൊണ്ടാ അങ്ങോട്ടൊന്നും അറിയോ? കാട് കയറി പോണ്ട. ഞാൻ ചെറിയൊരു ലിയാക്കത്തലി വായിക്കിപ്പോ ഇത് ഇങ്ങനെയാണെന്ന് പിന്നെ ലിയാക്കത്തലിക്ക് വായുവിൽ നിന്ന് കിട്ടിയതല്ലല്ലോ. ലിയാക്കത്തലി വായി ഇപ്പൊ ഖുർആൻ പഠിച്ചിട്ടും അതിന്റെ ബാക്കിലെ കുറെ പിന്നെ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടും ഉം. കുറെ മനസ്സിലാക്കിയിട്ടായിരിക്കുമല്ലോ ഈ ആണ്, ഈ അത് ഓരോ പാവപ്പെട്ട മനുഷ്യന്മാർക്ക് അറിയില്ല. ആ നിങ്ങൾക്ക് അറിയോ അതാ അലിയുടെ ഗ്രന്ഥത്തിൽ, അലിയുടെ ഖുർആനില് അല്ലെങ്കിൽ ഇബ്നു മസ്ഊദിന്റെ ഖുർആനില് ഫാത്തിഹ ഉം സൂറത്തും മുഅവ്വിദത്തീനും ഉണ്ടായിരുന്നില്ല എന്ന്, ഫാത്തിഹ ഖുർആനിന്റെ ഭാഗമായിട്ട് ഇബ്നു മസ്ഊദ് അംഗീകരിച്ചിരുന്നില്ല എന്ന് നിങ്ങൾക്കറിയോ? ഉം ഞമ്മക്കറിയുമെന്ന് വെച്ചാൽ ലിയാക്കത്തലി ഭായി നിങ്ങൾക്കറിയോ? നമ്മളിപ്പോ നിങ്ങൾക്കറിയോ? സാധാരണ എനിക്ക് മദ്രസയിൽ പോണ ഈ ഫാത്തിഹ സൂറത്ത് ഓതുന്ന എല്ലാ മുസ്ലിങ്ങൾക്കും ഇതറിയോ? ഏത് ഈ ഫാത്തിഹ ഏതറിയുന്നു ഖുർആനിന്റെ ഭാഗമാണോ അല്ലേ എന്ന കാര്യത്തിൽ തർക്കമുണ്ട് എന്ന് സാധാരണ അത് വിശ്വാസികൾക്ക് അറിയോ? സാധാരണഗതിയിൽ നോർമലായി പഠിച്ചവർക്കൊന്നും അറിയണ്ടാവില്ല. ഒരു അറിയില്ല. ചെറിയ അപ്പൊ ഒരു നോക്ക്, നിങ്ങൾ 5ാം ക്ലാസ് ഖുർആനിന്റെ ഉമ്മുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന, ഉം ഖുർആനിന്റെ ആത്മാവ് എന്നറിയപ്പെടുന്ന 8 10 ഉം 12 പേര് വിശേഷണങ്ങൾ ചാർത്തപ്പെട്ട ഒരു ഖുർആൻ, ഉം ഒരു സൂറത്ത്, അത് ഉം ഖുർആനിന്റെ ഭാഗമാണോ അല്ലേ എന്ന കാര്യത്തിൽ തന്നെ മുഹമ്മദ് ഉം നബിയുടെ ഖുർആൻ നേരിട്ട് കേട്ട് എഴുതി ഞങ്ങളെ മുതവാത്തിറിൽ പെടുന്ന സഹാബിമാരിലെ ഉം ഭൂരിപക്ഷത്തിനും അത് ഖുർആനിന്റെ ഭാഗമല്ല എന്ന അഭിപ്രായമാണ് ഉണ്ടായിരുന്നത് എന്നും, ഉം അത് അവർ പലരും അവരുടെ ഖുർആനിൽ രേഖപ്പെടുത്തിയിരുന്നില്ല എന്നും, ഉം ഈ ഖുർആനില് അള്ളാഹിന്റെ സൂറത്ത് എന്ന രീതിയിൽ ഇത് മനസ്സിലാക്കിയ വിശ്വാസികളിലെ ബഹുഭൂരിപക്ഷത്തിനും അറിയില്ല. ആ പിന്നെ ഇത് ഖുർആനിന്റെ ഭാഗമാണ് എന്ന് തീരുമാനിക്കുന്നത് പണ്ഡിതന്മാർ, ഉസ്മാൻ ഏർപ്പാടാക്കിയ പണ്ഡിതന്മാർ, ഉസ്മാന്റെ ഭരണപരമായിട്ടുള്ള തീരുമാനവും അതിനനുസൃതമായിട്ടുണ്ടായിട്ടുള്ള പണ്ഡിതന്മാരുടെ ഇജ്മാന്റെ അടിസ്ഥാനത്തിലാണ്. ആയിക്കോട്ടെ. ഞാൻ അള്ളാഹുവിന്റെ ചോദിക്കുന്നത് ഖുർആന്റെ സനത് ഇജ്മാണോ? ഏത് അള്ളാഹിന്റെ ഖുർആന്, ഒരു ഖുർആൻ വചനം, ഒരു ആയത്ത് അല്ലെങ്കിൽ ഒരു സൂറത്ത് അത് ഖുർആന്റെ ഭാഗമാണോ അല്ലേ എന്ന കാര്യത്തിൽ ഇജ്മായിലൂടെ തീരുമാനിക്കപ്പെടുന്നതിനാണോ സനത് എന്ന് പറയാ? ഒരിക്കലെത്തൂല. അള്ളാന്റെ ആയത്ത് അത് സ്പഷ്ടമാണ്. അത് നേരിട്ടിട്ട് ഇറങ്ങി വന്ന സാധനമാണ്. ഇറങ്ങി വന്നോ ആ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ അവർ തമ്മിൽ വ്യത്യാസം ഉണ്ടാവുകയും എന്നിട്ട് അതിൽ ഉസ്മാന്റെ അഭിപ്രായ നേതൃത്വത്തിൽ വ്യത്യാസം പിന്നെ നിങ്ങൾ ലിയാഖത്തലി ഭായി എങ്ങനെയാണ്, പിന്നെന്താ സനത്, പിന്നെന്താ മുത്തവാത്തിർ? ഞാനൊരു കാര്യം നിങ്ങൾ പറയും ചോദിക്കുന്നത് ഫാത്തിഹ സൂറത്ത് അവതരിച്ചത് എവിടെയാണ്, ഒരു എവിടെ മിനിറ്റ്. വെച്ചിട്ട്? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങളിപ്പോ ഈ വിഷയങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇവിടെ മനുഷ്യരുടെ ഗുണം. ഞാൻ ചോദിക്കുന്നത് അല്ല, നിങ്ങൾക്ക് ഈ ഇങ്ങനെയൊക്കെ കാര്യം മനസ്സിലായോ? ഫാത്തിഹ സൂറത്ത് അള്ളാഹുവിന്റെ ഞാൻ വചനമാണ് അതിലല്ല എന്ന് ഭാഷാപരമായിട്ടോ പ്രയോഗപരമായിട്ടോ അതിന്റെ അർത്ഥമോ ആശയമോ മുൻനിർത്തിയിട്ട് സ്ഥാപിക്കാൻ ഒരാൾക്കും കഴിയില്ല. ശരി, ആ അത് സ്ഥാപിക്കേണ്ടെന്ന് തന്നെ വെക്ക്. ഞാൻ ആ ഒരു അല്ല, അത് ലളിതമായൊരു കഴിഞ്ഞു. ഫാത്തിഹ സൂറത്ത്, ഉം, അതായത് ഉം. ആ പൂമുഖവാതിൽ തന്നെ ദ്രവിച്ച് കിടക്കുകയാണ് ഖുറാന്റെ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇനി ഞാനൊരു ചോദ്യം ഇതിന്റെ പ്രാരംഭ വചനമായിട്ടുള്ള ബിസ്മില്ലാഹി റഹ്മാനി റഹീം, ഉം. എന്താ അല്ല ബിസ്മിയുടെ ഞാൻ കഥ? ഞാൻ 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 എന്റെ വിഷയം അവിടെ അല്ല. ഞാനിപ്പോ ഇത്രയും സമയം സംവാദങ്ങളെ കണ്ടത്, ഇപ്പോൾ സംവാദം ഉം. ഇടുമ്പോ സ്വാഭാവികമായും നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു അഭിപ്രായം പറയുന്നത് കേൾക്കാനുള്ള ഒരു അഭിപ്രായം മനുഷ്യന്റെ പറയുന്നതൊക്കെ നല്ല കാര്യമാണ്. ആ ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ നമ്മളിപ്പോ ഞാനും ലിയാക്കത്തിലെ എല്ലാം എന്തോ ഒരു മുസ്ലിം നാമധാരിയായിട്ട് ഇവിടെ ചെറുപ്പം മുതലേ ജീവിച്ച ആൾക്കാരാണ്, ആണല്ലോ? അതുകൊണ്ട് ആണ്. അല്ല പറയാന്ന്, ഞങ്ങൾ ഈ മദ്രസയിൽ പഠിച്ചതും മറ്റു പഠിച്ചതിനെ അതൊക്കെ കൊണ്ടും പറ്റിപ്പായിരുന്നു, ഇതല്ലേ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് അതുകൊണ്ടല്ലേ ശരി, നമ്മളിത് ഞാൻ പറയണത്. പറയുന്നേക്ക് എന്താണ് സമൂഹത്തിന് ഗുണക്കേട് ഇത് ഉണ്ടാക്കിയതെന്നാണ്. മൊത്തം പറ്റിപ്പാണെന്ന്, ആൾക്കാരെ പറ്റിക്കുന്ന ഒരു ഏർപ്പാടാണെന്ന്. നിങ്ങളെ കയ്യിലുള്ള എന്താണ് ഗ്രന്ഥം അള്ളാഹു മുഹമ്മദിന് കൊടുത്ത ഗ്രന്ഥം അതേ ക്രമത്തിൽ അതേ കോലത്തിൽ സംരക്ഷിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ആളുകൾ വിചാരിക്കുന്നത് ഈ കയ്യിലിരിക്കുന്ന റസ്മുൽ ഉസ്മാനി എന്ന് പറയുന്ന മുസഹഫ് ആണ് ഈ ഖുറാൻ എന്നാണേ. അല്ല, ഈ ഖുർആനെ കൊണ്ട് നമ്മൾ എന്താണ് ആരെ അല്ല, പറ്റിക്കുന്നത് അത് ഒന്ന് വേറെ പറഞ്ഞു. വിഷയം. അതായത് ഞാൻ അതിന്റെ അങ്ങനല്ല. ആശയ തലത്തിൽ ഖുർആനിന്റെ ആശയം, അതിന്റെ ശരി തെറ്റ്,
അതിലെ ഉം, ബാക്കി അതിന്റെ ആശയത്തിന്റെ പ്രശ്നങ്ങൾ അത് വേറെ. ഞാൻ ഉം. പറയുന്നത് അല്ല ഞാൻ ഖുർആനിന്റെ ചോദിക്കുന്നത് അല്ല ആധികാരികത, ഖുർആനിന് സനതുണ്ട് എന്ന് പറയുന്നവൻ ഇതിനൊക്കെ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് എന്നാ ഞാൻ പറഞ്ഞത്. ഓക്കെ, ഞാൻ ഉം. ചോദിക്കുന്നത് ഈ ഖുർആൻ പഠിച്ചത് കൊണ്ട്, ഈ ഖുർആൻ പറഞ്ഞത് കൊണ്ട്, ഈ ഖുർആൻ മനസ്സിലാക്കിയിട്ട് ജീവിച്ചവര് ഉം. എന്താണ് നമ്മുടെ ഈ ഒരുപാട് പ്രശ്നം സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇന്നും മനുഷ്യരുടെ ഇടയിൽ പല പ്രശ്നങ്ങളുണ്ട്. അത് അതൊന്ന് വേറെ പറ സബ്ജക്റ്റ് ആണ്. അതൊക്കെ നമ്മൾ അന്ന് ഇഷ്ടംപോലെ പറയുന്നുണ്ട്. എന്താണ് അതൊക്കെ നമ്മൾ പറഞ്ഞ ഇഷ്ടംപോലെ എനക്ക് പറയുന്നുണ്ട്. അതൊക്കെ പറയണ്ട. നമുക്ക് ആദ്യം സനദിന്റെ കാര്യം തീരുമാനമാക്കാം. നിങ്ങളിപ്പോ സനദിന്റെ ഷമീറുമായിട്ടുള്ള തർക്കം കേട്ടു, ഞാനുമായിട്ടുള്ള ഉം, സംസാരം കേട്ടു, ഇതൊക്കെ കേട്ടല്ലോ. ഉം. നിങ്ങൾ ആ പറയും, നിങ്ങൾക്ക് ഖുർആന്റെ സനത് മനസ്സിലായോ? എങ്ങനെ മനസ്സിലായാലും, കാരണം പിന്നെ ഷമീർ പറയുന്ന കാര്യത്തില് ഉം. ലിയാക്കത്തലി വേറൊരു തരത്തിൽ പിന്നെ വേറൊരു കംപ്ലീറ്റ് തരത്തിൽ ബാധിക്കാണ്. പറയല്ല, ഞാൻ പറഞ്ഞതാണ് ശരി. ഷമീറിനോട് ഞാൻ അത് ചോദിച്ചത് അത് നിങ്ങൾ കേട്ടില്ലേ? നിങ്ങൾ ഈ വിഷയം കേട്ടു എന്നാണല്ലോ പറഞ്ഞത്. ഞാൻ ഷമീറിനോട് ഞാൻ ഏകദേശം ചോദിക്കുന്നു, അന്റെ ഉം. കയ്യിലുള്ളത് ഷമീർ ആ ഉയർത്തിപ്പിടിക്കുന്ന അപ്പൊ ഖുർആൻ മൂപ്പര് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണോ, അള്ളാഹു മുഹമ്മദിന് കൊടുത്ത സനതോട് അതല്ല കൂടിയ മൂപ്പർ ഗ്രന്ഥമാണോ, അതിങ്ങനെ അതോ ഉസ്മാന് അല്ല ഉസ്മാൻ ക്രോഡീകരിച്ച ഗ്രന്ഥമാണോ? ഇതാണ് ഞാൻ ചോദിച്ചത്. ലിയാഖത്തിൽ ഞാൻ പറയുന്ന മൂപ്പര് ലക്ഷക്കണക്കിന് ആൾക്കാർ എത്തി 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 ഇങ്ങനെ എത്തിയത് മൂപ്പർ സമർത്ഥിപ്പിക്കുമ്പോ താങ്കൾ പറയുന്നത് അങ്ങനെയല്ല, ഇതിങ്ങനെയാണെന്ന് താങ്കൾ ഞാൻ പറയും. ചോദിക്കുന്നത് ഈ എത്തിയതുണ്ടല്ലോ, ലക്ഷക്കണക്കിന് ആളുകളിൽ തലമുറ ഉം, തലമുറ കൈമാറി എത്തി എന്ന് പറയുന്ന സാധനം ഉസ്മാൻ ഉം. തുന്നിക്കൂട്ടിയ റസ്മുൽ ഉസ്മാനിയാണെന്ന്. അപ്പൊ ആ, അങ്ങനെയാണെങ്കിൽ അല്ല അല്ല അതാണ് അങ്ങനെയാണെങ്കിൽ ഖുർആൻ എന്നതിനാണ് സനത് വേണ്ടത്. അല്ലെങ്കിൽ ലോകത്ത് ഇനി അങ്ങനത്തെ അല്ലാത്ത വേറെ ഖുർആൻ ഉണ്ടാ? ആ, പറയ അതല്ലേ ചോദിക്കണത്. അത് ഖുർആനാണെന്ന് സമർത്ഥിക്കപ്പെടാൻ, ആ അത് ഖുർആനാണെന്ന് സമർത്ഥിക്കപ്പെടാൻ നിങ്ങൾക്ക് സനത് വേണം. അത് ആ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇതാണ് ചോദ്യം. അതന്നെ അതായത് പറഞ്ഞ ഉസ്മാൻ, ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് നിങ്ങൾക്ക് ഷമീർ പറഞ്ഞത് വലിയ സംഭവമായി തോന്നുന്നോണ്ടാണ്. എന്തുകൊണ്ടാ വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ഇതിനെ കുറിച്ച് ഒരു തോന്നുന്നല്ല ABCD നമ്മൾ അറിയാത്തോണ്ട്. ജയിക്കാനും തോക്കാനും പറയുന്നതല്ല. ഞാൻ ഞാൻ നിങ്ങളോട് നിങ്ങളോട് പറയാണ്, ഞാൻ വളരെ ആ, വളരെ ശാന്തമായി. ഷമീറിനെ ഇന്നലെ ചീത്ത വിളിച്ചാൽ ഷമീർ അത് അർഹിക്കുന്നതാണ്. ചോദിച്ച് എരന്ന് ഉം, കുറെ നടക്കാൻ ഉം, കുറച്ച് ദിവസമായിരുന്നു. അത് കൊടുക്കാൻ തന്നെ ഉം, ഇന്നലെ വിളിച്ചു വരുത്തിയത്. ഞാൻ ആ, ചോദിക്കുന്നത്, നിങ്ങൾ ഉം, പറയേ, ഈ ഖുർആൻ ഉം, എന്ന് പറയുന്നത് ഉം, അള്ളാഹു മുഹമ്മദിന് ഉം, അവതരിപ്പിച്ചു കൊടുത്ത അതേ മെത്തേഡിൽ, അതേ ക്രമത്തിൽ, അതേ ഓർഡറിൽ മുഹമ്മദ് നബിയിൽ നബിക്ക് ലഭിച്ച മോചിസത്തായിട്ട് കരുതപ്പെടുന്ന മുസ്ഹഫ്, ഉം. അത് നിങ്ങളെ കയ്യിലുള്ള റസ്മുൽ ഉസ്മാനി ആണോ? ഇതാണ് ഞാൻ ചോദിക്കുന്ന സാധനം. ഇതിനാണ് സനത് വേണ്ടത്. അത് അള്ളാഹു അത് 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 ജിബിരിയിൽ വഴി മുഹമ്മദിന് കൊടുത്തയച്ച് മുഹമ്മദ് പറഞ്ഞു എന്നുള്ളത് നമുക്ക് അദൃശ്യമായ കാര്യമാണ്. നമുക്ക് ഇപ്പൊ അതിന്റെ സനത് അന്വേഷിക്കാൻ പറ്റില്ല. അത് ഞാൻ ആ അങ്ങോട്ട് സമ്മതിച്ചു നിങ്ങൾക്ക്. ഓക്കെ ആ മുഹമ്മദിന് കിട്ടിയ ഖുർആൻ അതുപോലെ ഇപ്പോൾ നിലനിൽക്കുന്നതാണോ റസ്മുൽ ഉസ്മാനി ആയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള മുസ്ഹഫ്? ഇതാണ് എന്റെ ചോദ്യം. ഈ നിങ്ങൾ തന്നെയാണ് മറുപടി പറഞ്ഞാൽ നമുക്ക് തന്നെയാണ് അപ്പൊ തന്നെയാണ് നമുക്കറിയാം ലിയാഖത്തലി അതിനുള്ള ഏഹ് തെളിവ്. അതിനുള്ള തെളിവ്. അതല്ലാന്നുള്ള തെളിവെന്താ ലിയാഖത്തലി അത് അല്ലാന്നുള്ള വൈദ്യുതിയുള്ളത് തെളിവാണ് ചരിത്രത്തിലുടനീളം ഉള്ളത്. എന്ന് അതായത് പറഞ്ഞോ? ഇഷ്ടം പോലെ തെളിവ്. ഹദീസ് ആ ഖുർആനിന്റെ ക്രോഡീകരണവുമായി ബന്ധപ്പെട്ടും ഓരോ ഉം, ഖുർആൻ വചനത്തിന്റെ തഫ്സീറിലും ഉള്ള കാര്യങ്ങളാണ്. ഇപ്പോ ഉം, ഫാത്തിഹ സൂറത്തിനെ ഉം, സംബന്ധിക്കുന്ന തർക്കം, ഞാൻ ഉം, പറയുന്നത് ഇബ്നു മസ്ഊദിന്റെ ഖുർആൻ. ഇബ്നു മസ്ഊദ് എന്ന് ഉം. പറയുന്നത് പ്രവാചകന്മാരുടെ ഖുർആൻ ക്രോഡീകരണ അല്ലെങ്കിൽ ഖുർആൻ എഴുത്തുകാരിൽ പ്രമുഖരായിട്ടുള്ള ആളുകളിൽ ഒരാളാണ് ഇബ്നു മസ്ഊദ്. അതേപോലെ തന്നെ തന്നെയാണ് അലി ഖുർആൻ തന്നെയാ ക്രോഡീകരിച്ചിരുന്നു. അലിയുടെ കയ്യിൽ ആ ഒരു അലി ഖുർആൻ എഴുതി വെച്ചിരുന്നു. ഉം ഉസ്മാൻ എഴുതി വെച്ചിരുന്നു. ആ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഇതൊക്കെ ഈ ഇത്തരം കോപ്പികളൊക്കെ ഉസ്മാന്റെ ഖുർആൻ ക്രോഡീകരണത്തിന് ശേഷം കത്തിക്കാൻ പറഞ്ഞത് എന്തിനാണ് എന്ന് ചരിത്രത്തിൽ, ഹദീസിൽ, പിന്നെ തഫ്സീറിൽ എഴുതി വെച്ചിട്ടുണ്ടേ. അതെന്തിനാ നിങ്ങൾക്ക് അറിയോ? എങ്ങനെ എങ്ങനെ എന്തിനാണ് ഉസ്മാന്റെ കാലത്ത് ഖുർആൻ ക്രോഡീകരിച്ചതിന് ശേഷം ഉം, ഉസ്മാൻ അപ്രൂവ് ചെയ്ത ഒരു കോപ്പി മാത്രം നിലനിർത്തി ബാക്കി എല്ലാ കോപ്പികളും ഉം. കത്തിച്ചു കളയാൻ ആവശ്യപ്പെട്ടത് എന്തിനാണ് എന്ന് പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയോ? പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞാല് പിന്നെ ഉസ്മാനിയ ഖുർആനിൽ എല്ലാം കൃത്യമായിട്ടുള്ളത് കൊണ്ട് മറ്റ് പിന്നെ എന്നാര് പറഞ്ഞു? എല്ലാ എന്നാര് ഏ പറഞ്ഞു? എന്നാര് പറഞ്ഞു? കത്തിക്കാൻ പറഞ്ഞെന്ന് ആരാ പറഞ്ഞത്? അതാ ഉസ്മാൻ കത്തിക്കാൻ പറഞ്ഞോന്ന് എല്ലാ ഹദീസുകളിലുണ്ട്. നിങ്ങൾക്ക് എന്താ ഇതൊന്നും അറിയില്ലേ? നിങ്ങൾ ഹദീസും കണ്ടിട്ടില്ലേ? അതി അതി ഹദീസിലുണ്ട്, ഖുർആന്റെ തഫ്സീറുകളിലുണ്ട്, എല്ലാ ഉം. പണ്ഡിതന്മാരും എഴുതി വെച്ചിട്ടുണ്ട്. ആ ആ, തഫ്സീറുകളിലാണ് ഉള്ളത് ഇത് ഉണ്ടെന്ന് കത്തിക്കാൻ നിങ്ങൾ പറയുന്നത്. അതൊക്കെ നമുക്ക് ഞാൻ ഞങ്ങളോട് പറഞ്ഞു. ഞാനൊരു യാത്രയിലാണ്. ആ ഉം. അപ്പൊ ഓക്കെ, നമുക്ക് ആ. ആ നിങ്ങളെ യാത്ര ഉസ്മാൻ കഴിഞ്ഞ് എന്തിനാണ്? കഴിഞ്ഞാല് അല്ലല്ല, അത് നിങ്ങൾ പോണ്ട. നിങ്ങൾ ഇത് പറഞ്ഞത് ഉസ്മാൻ ഖുർആൻ ക്രോഡീകരിച്ച് മറ്റു പ്രതികൾ കത്തിച്ചു കളയാൻ ഉസ്മാൻ ഉത്തരവിട്ടിട്ടില്ല എന്നാണോ നിങ്ങൾ അറിവ്? എന്റെ അറിവ് അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ അറിവ് ഭയങ്കര പെശകാണ്. ഹലോ, ഇനി അലി ഖുർആൻ ക്രോഡീകരിച്ചത് എങ്ങനെയാന്ന് നിങ്ങൾക്ക് അറിയോ? ഖുർആൻ എഴുതി ഞാൻ വെച്ചിരുന്നത്
അല്ല നിങ്ങൾ അവതരിക്കുന്ന ക്രമത്തിൽ ഞാൻ യാത്രയിലായോണ്ട് അവതരിക്കുന്ന ക്രമത്തിലായതുകൊണ്ട് അവതരിക്കുന്ന ക്രമത്തിൽ ഖുർആൻ എഴുതി വെച്ച ആളായിരുന്നു അലി. ശരി, ഞാൻ ഓക്കെ, ഞാൻ നിങ്ങളുടെ വാദത്തിന് വേണ്ടി അതൊക്കെ സമ്മതിക്കാം. ഞാൻ ചോദിക്കുന്നത് ഉം, ഈ ഈ ഒരു വാദപ്രതിവാദം നിങ്ങൾ നടത്തുന്നത് കൊണ്ട് ഉം. സമൂഹത്തിന് എന്ത് ഗുണമാണ് ആ ഉള്ളത് എന്നാണ് എന്റെ പറഞ്ഞുതരാ. ചോദ്യം. ആ ഒരുപാട് കാലമായിട്ട് ആളുകളെ പറ്റിക്കാണ് ഈ ഖുറാന്റെ സനത് എന്ന് പറഞ്ഞിട്ടേ. അങ്ങനെ ഒരു ആ സാധനം ഇല്ലാന്ന് ആളുകളെ സത്യം മനസ്സിലാക്കാൻ സഹായിക്കുക. ഇതാണ് നമ്മൾ ആ ചെയ്യുന്ന സാമൂഹ്യ പ്രവർത്തനം. ഞാൻ ചോദിക്കുന്നത്, പിന്നെ നിങ്ങളെ ഉമ്മാനെ നിങ്ങൾ പറയരുത്. നിങ്ങളെ ഉമ്മാനെ നിങ്ങൾ കാഫിറായ, അതായത് നിഷേധിയായാൽ പോലും ആയിക്കോട്ടെ, അവരോട് നമുക്ക് പറയരുത്. തർക്കമല്ലല്ലോ. ഒരു നന്മയുള്ള വാക്ക് പറയുമ്പോൾ അത് അവിടെയാണ് തെറ്റായിട്ട് വരാം. ഒരു നന്മയുള്ള വാക്കല്ലേ എന്റെ ലേഖത്തിൽ? നന്മയുള്ള വാക്കല്ലല്ലോ ഖുറാനിലുള്ളത്. അല്ല പിന്നെ എന്തുള്ളത്? നന്മയില്ലാത്ത വാക്ക്. നിങ്ങള് ഒരു പിന്നെ എന്താണ് ജന്തുക്കളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടവൻ കാഫറുകളാണ് എന്ന് ഖുറാനിലില്ലേ? ആ കാഫറുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ഉദ്ദേശിക്കുന്ന കാഫർ അപ്പൊ നിങ്ങൾ പറയാ ആരാ കാഫർ? കാഫിർ എന്ന് പറഞ്ഞാല് നമ്മളൊരു സത്യം അറിഞ്ഞിട്ട് നിഷേധിക്കുന്ന ഒരാൾ. സത്യം അറിഞ്ഞിട്ട് നിഷേധിക്കണം മണ്ടത്തരം പറയല്ലേ? പഠിച്ചോനും വിവരമില്ല, നിങ്ങൾക്കും വിവരമില്ലേ? സത്യം അറിഞ്ഞിട്ട് ഒരാള് നിഷേധിക്കും അതിന്? പിന്നെ ഉറപ്പല്ലേ അങ്ങനെ നിഷേധിക്കും? എന്തിന് സത്യം അറിഞ്ഞിട്ട് ഒരാൾ സത്യം അറിഞ്ഞിട്ട് അയാൾ നിഷേധിക്കുന്നത് എന്തിനായിരിക്കും? ഞാൻ പറഞ്ഞുതരാം. ഒരാള് MDMA അടിച്ച തലകറങ്ങും, അത് സമൂഹത്തിൽ ദോഷം ഉണ്ടാവും, ഓനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും പിറ്റേന്ന് ഓൻ MDMA അടിക്കുന്നതിനെ കുറിച്ചല്ല. അത് അങ്ങനെ സംഭവിക്കൂല എന്ന് ആരെങ്കിലും നിഷേധിക്കോ? കള്ളു കുടിച്ച പൂസാകും എന്നറിയുന്ന ഒരാള് കള്ളു കുടിച്ച പൂസാകൊന്നുമില്ല കള്ളു കുടിച്ച പൂസാകൊന്നുമില്ല അതൊക്കെ വെറുതെ പറയുന്ന പറയോ? പറഞ്ഞിട്ട് കാര്യമില്ല. ആരെ നിഷേധിക്കണേ? എന്തിനാ നിഷേധിക്കണേ? നിങ്ങൾ ആദ്യത്തെ നിഷേധി ഇബ്ലീസ് അല്ലേ? അള്ളാനെ മുഖാമുഖം കണ്ടിട്ട് അല്ലല്ല ഒരാൾ പറയോ? എന്തൊക്കെ പറയുന്നതിന്റെ ലോജിക്ക് വേണ്ടേ? മാന്യമായിട്ട് അവർ സംസാരിച്ചു പോകുന്നില്ല. ഞാൻ ചോദിക്കുന്നത് ഒറ്റ ചോദ്യങ്ങളുള്ളൂ. ഈ ഒരാൾ MDMA അടിച്ച് നിങ്ങളിപ്പോ ഇയാൾ കണ്ടിട്ട് പറയുന്നത് അയാളോട് പറയുന്നത്, നിങ്ങൾ MDMA അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് സമൂഹത്തിൽ ഇത്ര മോശം ഉണ്ടാവും, അതിനെ കൊണ്ട് ഇത്ര പരിക്കുണ്ടാവും, നിന്റെ ശരീരത്തിന് പരിക്കുണ്ടാവും, നിന്റെ കുടുംബത്തിന് നഷ്ടം ഉണ്ടാവും, നിന്റെ കാശിന് നഷ്ടം ഉണ്ടാവും, ഇതൊക്കെ താങ്കൾ പറഞ്ഞത്. പിറ്റേ ഇയാള് ഈ MDMA അടിച്ച് വന്നിട്ട് ലിയാക്കത്തിലിന്റെ ഒരു ബന്ധുവിനെ പങ്ങളെ വന്നിട്ട് ഖുറാനെ താരതമ്യം ചെയ്യുന്നത് എന്തൊക്കെ നിങ്ങൾ കാണിക്കുന്നത്? ആ നിഷേധിനെ ഞാൻ പിന്നെ എങ്ങനെ നിഷേധികളെ എന്റെ അബീബി ഖുർആൻ നിഷേധികളെ കുറിച്ചിട്ടാണ് പറയുന്നത് കാഫിറുകൾ. കാരണം നിങ്ങിങ്ങനെല്ലാം ബാധിക്കുന്നതിനെ കൊണ്ടെന്താ കാര്യം? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ തന്നെ എന്നോട് പറഞ്ഞു നിഷേധി, അതായത് കാഫിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞ കാര്യം നിഷേധിക്കരുത്. അതാണ് അർത്ഥം കിട്ടിയത്. എന്താ അറിഞ്ഞ കാര്യം? ഒരു മിനിറ്റ്, അറിഞ്ഞ കാര്യം എന്താ? അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അറിഞ്ഞ കാര്യം എന്താ? നമ്മളോട് പറയുന്നത് നിങ്ങൾ ഖുർആൻ പറയുന്ന കാഫിർ എന്ന് പറയുന്നത് കൊണ്ട് വിശ്വസിച്ചവന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണല്ലോ നിഷേധിച്ചവൻ എന്നുള്ള അർത്ഥത്തിൽ കാഫിർ എന്ന് ഖുർആൻ ഉപയോഗിക്കുന്നത്. കാഫിർ എന്ന് ഉപയോഗിക്കുന്നത് അതുകൂടി ഉണ്ട്. അറിഞ്ഞിട്ട് സത്യം നിഷേധിക്കുന്നവന്റെ ഓപ്പോസിറ്റ് പദമാണ് കാഫിർ. അറിഞ്ഞിട്ട് നിഷേധിക്കുന്നവൻ എന്ന് ഒരു അർത്ഥം അതിനില്ല. നിഷേധിക്കുന്നവൻ എന്നാണ്. എവിടുന്ന് നിങ്ങൾക്ക് കിട്ടി അതിന്റെ വ്യാകരണം കംപ്ലീറ്റ് നോക്കി? ഞാൻ പറയുന്ന അറിഞ്ഞ കാര്യം കുഴിച്ചു ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾ ജയിക്കാൻ വേണ്ടി പറഞ്ഞേ. ആരൊരുത്തൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നോ അവൻ മുഅ്മിന്. ആരൊരുത്തൻ അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും നിഷേധിക്കുന്നോ അവനാണ് കാഫിർ. ഖുറാനിൽ രണ്ടൊക്കെ അക്ഷരത്തിൽ എഴുതിയിട്ടില്ലേ? ഒരാള് മുഹമ്മദിന്റെ പ്രവാചകത്തിൽ നിഷേധിച്ചാൽ എന്നിട്ട് പറയുന്നത്, നിങ്ങൾ അറിഞ്ഞ കാര്യങ്ങൾ, നിങ്ങൾ മനസ്സിലാക്കിയ സാമൂഹ്യ തിന്മകള് നിങ്ങൾ ജനങ്ങളിലോട് പറഞ്ഞു കൊടുക്കണേ. കള്ള് കുടിച്ചാല് പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ഒരാൾ കാഫിറാവൂല. അള്ളാഹ് മുഹമ്മദിനെ നിഷേധിച്ചാലാണ് കാഫിറാവുക. മുഹമ്മദിനെ നിഷേധിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിനെ നിഷേധിക്കലല്ല, മുഹമ്മദ് കൊണ്ടുവന്ന ആശയങ്ങളും ആദർശങ്ങളും നിഷേധിക്കലാണ്. ആദർശത്തെ നിഷേധിക്കുന്നവൻ ഒരാള് ഒരു മിനിറ്റ് നിങ്ങൾ ഒച്ച ഉണ്ടാക്കല്ലേ? ഒരു ആദർശത്തെ ഒരു ഐഡിയോളജിയെ നിഷേധിക്കുന്നവൻ
ജന്തുക്കളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടവനാകുമോ എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെ ആവുമെന്ന് ഞാൻ ഇലിയാക്കത്തിൽ തർക്കിക്കല്ല. എനിക്ക് 2 മിനിറ്റ് സമയം എന്താ അത് പറഞ്ഞു. എങ്ങനെ ആവുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങള് സമൂഹത്തിൽ ഒരു നന്മ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ ഒരു ഇതാ സമൂഹത്തിൽ ഒരു നന്മയും പഠിപ്പിച്ചിട്ടില്ല, അത് വേറെ പറയാം. ആരെ ഞാൻ അന്ന് ചോദിക്കുന്നത്, നിങ്ങൾ സമൂഹത്തിൽ ഒരു നന്മയും പഠിപ്പിച്ചിട്ടില്ല. എന്താ നിങ്ങൾ എങ്ങനെ പറയാൻ കാരണം? ഈ ഇഷ്ടം പോലെ പറഞ്ഞു നാട്ടില് തരാൻ പറ്റും, ഇഷ്ടം പോലെ ഞാൻ പറഞ്ഞു തരാൻ പറഞ്ഞത് പറ്റും. ഇലിയാക്കത്തിൽ നന്മ ഇഷ്ടം പോലെ പഠിപ്പിച്ചിട്ടില്ല എന്ന് ഒരു പറയാം. ഈ നാട്ടില് ഒരു സമൂഹത്തിൽ ഒരു നന്മ എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള നന്മ, എന്നെ പോലെയുള്ള അന്തസ്സും അവകാശമുള്ള ഒരാളാണ് മറ്റൊരു മനുഷ്യൻ എന്ന ചിന്തയാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് മനുഷ്യനുണ്ടാവുന്ന ബോധ്യം. ഞാനൊരു ഉദാഹരണം ആ പറയാം. നന്മ ഇസ്ലാമിലുണ്ടോ? ഇന്ന് കാസർഗോഡ് ഇന്ന് ഒരു മുസ്ലിം സഹോദരൻ മരണപ്പെട്ടു. ഈ മുസ്ലിം സഹോദരനെ ഏറ്റെടുക്കാൻ ആളില്ല. അതൊന്നല്ല, ഞാൻ പറയുന്നത് അതൊന്നല്ല. ഖുർആനിലേക്ക് വാ, നിങ്ങൾ കാസർഗോഡ് പോവാ, ഖുർആനിൽ പറയുമ്പോ കാസർഗോഡ് പോവാ. നിങ്ങൾ കേൾക്ക് അവിടെ പോയി 2 മുസ്ലിം സഹോദരങ്ങൾ കാസർഗോഡ് തമ്മിൽ എന്താ ബന്ധം? ഖുർആനും കാസർഗോഡത്തെ എന്താ ബന്ധം? നമ്മളെ പോലത്തെ മനുഷ്യരാണ് അവര്. അത് ഒരു കാരണം വെച്ചാൽ ഖുർആനിൽ ഇഷ്ടപ്പെടാൻ പാടില്ല. അത് അവരെ ശരി. നിങ്ങൾ ഇപ്പൊ കാസർഗോഡത്തെ നന്മല്ലേ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ സ്വയബോധത്തോട് മനസ്സിലായി. ഈ ആദർശവും ഈ ആശയവും ഈ സാധനം, അതെ, ഈ സാധനം നിങ്ങൾ ഖുർആനിൽ കാണിച്ചു തന്നാൽ മതി, പ്രശ്നം തീർന്നു. അതുകൊണ്ട് തന്നെയല്ലേ പറയുന്നത്, നമ്മൾ എന്തുകൊണ്ടാണ് നിങ്ങൾ മനുഷ്യന്മാർക്ക് നന്മ ചെയ്യണേ? നിങ്ങൾ മനുഷ്യന്മാരെ ഉപദ്രവിക്കരുത്, നിങ്ങൾ മനുഷ്യന്മാരുടെ സ്വത്തിന് സമ്പത്തിന് അഭിമാനം എവിടെ നിങ്ങൾ വായിച്ചു എവിടെ പറയാത്തതുള്ളത്? ഞാൻ നിങ്ങളോട് പറയുന്നത് ജനങ്ങളെ, നിങ്ങൾ ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ വേണ്ടി എന്നിട്ട് പിന്നെ പറയുന്നത് എന്താണ്? ഞാൻ നിങ്ങളോട് പറയുന്നത് യാ യുവന്നാസ് പറഞ്ഞു അല്ല. എന്നിട്ട് പിന്നെ നമ്മളിപ്പോ ഒരു നോമിന്റെ ആയത്തെടുത്തിട്ട് പിന്നെ യാ യുവല്ലദീന ആമനു വിശ്വസിച്ചവരോട് പറയാണ് പറഞ്ഞ സാധനങ്ങളൊക്കെ പറയും സുഹൃത്തെ, പറയാണ് യാ യുവ ജനങ്ങളെ വിളിക്കുന്നു. അടുത്ത അഭിസംബോധന എന്താണെന്നറിയാം? ജനങ്ങളെ എന്ന് നിങ്ങൾ വിളിച്ചല്ലോ, അത് കഴിഞ്ഞിട്ട് പറഞ്ഞ ഖുർആൻ വചനങ്ങൾ കുറച്ച് നന്മകൾ നമ്മ ആരോട് ജയിക്കാൻ വേണ്ടി പറയല്ലേ? നിങ്ങൾ ജയിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഞങ്ങളോട് പറയിപ്പിക്കും. നമ്മൾ തോറ്റിട്ട് തന്നെ നിങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ പറയുന്നത് ഒന്ന് കേക്ക്. രണ്ടാമത് നിങ്ങളോട് പറയുന്ന വിഷയം എന്താണ്? നിങ്ങൾ ഒന്നാമത്തെ 2 മിനിറ്റ് കേക്ക്. യാ യുവന്നാസ് പറഞ്ഞിട്ട് പിന്നെ പടച്ചോൻ പറയുന്നത് എന്താ? യാ യുവല്ലദീനാമനു, എന്തിനാ വിശ്വസിച്ചവരെ, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധം. വിശ്വസിച്ചവരോട് മാത്രമാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോമ്പ് കൊടുത്തോ. ഇന്നമൽ മുശ്രിക്കൂന നജസ് എന്ന് പറഞ്ഞാ എന്താ? ഇന്നമൽ മുശ്രിക്കൂന നജസ് എന്ന് പറഞ്ഞാ എന്താ? അതെന്നെ പറഞ്ഞത്. ഈ എല്ലാ സമൂഹത്തിനോടും വന്ന് കള്ളു കുടിച്ചടിച്ചിട്ട് നാട്ടില് ഫിത്തിനുണ്ടാക്കുന്ന നിങ്ങൾക്ക് എന്താ, നിങ്ങൾ എന്തെങ്ങനെ ഒച്ചടണേ? ഇന്നമൽ മുശ്രിക്കൂന നജസ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം അറബിയില്? ഞാൻ സമാധാനത്തിൽ മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയേ. പിന്നെ ഈ നാട്ടില് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന അർത്ഥം പറയാം ആദ്യം, എന്നിട്ട് നിങ്ങൾ പറഞ്ഞോളി. ഇന്നമൽ മുശ്രിക്കൂന നജസ് എന്ന് പറഞ്ഞ എന്താണ്? അതെന്നെ നിങ്ങളോട് പറഞ്ഞു വരുന്നത്. ഈ നാട്ടില് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവരെല്ലാം നജസ് തന്നെ. ഇന്നമൽ മുശ്രിക്കൂന നജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ നിങ്ങൾ പറയും? നാട്ടില് കുഴപ്പമുണ്ടാക്കണോനാ? അല്ല, നിങ്ങൾ എന്താ നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾ അതിന്റെ അർത്ഥം പറഞ്ഞാൽ ബാക്കി ഞാൻ പറഞ്ഞുതരാം. ശിർക്ക് ചെയ്യുന്ന ആളുകളുടെ കൂട്ടാതാണ് മുശ്രിക്ക്. എങ്ങനെ? ശിർക്ക് ചെയ്യുന്നവരാണ് മുശ്രിക്ക്. എങ്ങനെയാണ് ശിർക്ക് ചെയ്യാൻ എന്താ? ശിർക്ക് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത ആരാധിക്കുക, അള്ളാഹുവിൽ പങ്കുചേർക്കുക. അള്ളാഹു അല്ലാത്തവര് പങ്കുചേർക്കുക. ഈ ഗുരുവായൂരപ്പ രക്ഷിക്കണേന്ന് വിളിച്ചാൽ ആൾ മുശ്രിക്കാണ്. എങ്ങനെ? ഗുരുവായൂരപ്പ രക്ഷിക്കണേന്ന് വിചാരിച്ചാല് ഷിർക്കാണ്, മുശ്രിക്കാണ്. ശ്രീരാമനെയും ശ്രീബുദ്ധനെയും അല്ലെങ്കിൽ വേറെ ആൾക്കാരെയും ശ്രീനാരായണ ഗുരുവിനെ ആരെങ്കിലും ആരാധിച്ച ഷിർക്കാണ്, മുശ്രിക്കാണ്. ഒരാള് ഗുരുവായൂരപ്പ രക്ഷിക്കണേന്ന് വിളിച്ച് പ്രാർത്ഥിക്കുള്ളൂ. അയാള് ഒരു 10 ദൈവങ്ങൾ ഒരുമിച്ച് 10 10 പേരിട്ട് അല്ലെങ്കിൽ 10 ആളെ ദൈവമായി കണ്ട് ആരാധിക്കുന്ന ഒരാളാണ്. ഒന്ന് ചാറ്റോ? അയാള് നജസ്. അശുദ്ധി. നിങ്ങള് മലം മൂത്രമൊക്കെ നജസാണ്. നജസ് എന്താണെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞുതരാം. മലവും മൂത്രമൊക്കെയാണ് നജസിൽ പ്രധാനപ്പെട്ടത്.
നെജിസ് പല തരത്തിലുള്ള അല്ല നെജിസ് ഉണ്ട്. ഇപ്പൊ ആയിക്കോട്ടെ, അതൊരു അതില് വാക്കർത്ഥം അതില് മുന്തിയ വെച്ചിട്ട് തരം ഞാൻ പറഞ്ഞേ ഉള്ളൂ നിങ്ങക്ക്. ആ നിങ്ങൾ വാക്കർത്ഥം ഖുർആൻ പറഞ്ഞ വെച്ചിട്ട് നജസ് നമ്മൾ എന്തോന്ന് അതിനെ പറഞ്ഞത്? ബാധിക്കല്ല വേണ്ടത്. ഇന്നമൽ നിങ്ങൾ മുശ്രിക്കൂന നജസ് എന്ന് നിങ്ങളിപ്പോ പറഞ്ഞ കാബറ് പോയി നിങ്ങൾ ഒരാള് കൊണ്ടുവന്നിട്ട് അള്ളാഹു അല്ലാത്ത ഒരാളെ വിളിച്ച് പ്രാർത്ഥിച്ച ഓനൊക്കെ നജസാ? ഏഹ് ഏ ഏത് ഈ ഖുർആനാണോ മാനവികത പഠിപ്പിക്കുന്നത്? നിങ്ങൾക്ക് ഇനി ഖുർആനെ കുറിച്ച് ഒരു കുന്തം അറിയില്ല എന്നാണ് ഇത് മനസ്സിലാവേണ്ടത്. അത് അല്ലെങ്കിൽ നമ്മളിപ്പോ നിങ്ങൾ തർക്കിക്കോ എങ്ങനെ ഖുർആനിൽ മാനവികത ഉണ്ടെന്നൊക്കെ ഒരു മനുഷ്യൻ ഞാൻ ബോധമുള്ള ആരെങ്കിലും ലിയാഖത്ത് അലി തർക്കിക്കാൻ പറ്റും? ഇപ്പൊ തർക്കിക്കുന്നത് ഈ ഖുറാൻ ഇവിടെ പഠിച്ചു വന്നിട്ട് ഇവിടെ എന്ത് ദ്രോഹമാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാലല്ലാതെ നമുക്ക് ഖുറാനിലെ ഇത് തെറ്റ് ഉന്നമൻ മുസ്ലിക്കൂന നജസുൻ. നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യം അംഗീകരിക്കാത്ത ആൾക്കാരൊക്കെ മോശപ്പെട്ടവരാണ്, നജസാണ്, നിങ്ങളെ വിശ്വാസത്തിൽ നിന്ന് ആരെങ്കിലും പുറത്തു പോയവനെ കൊല്ലണം, ഇതൊക്കെ പഠിപ്പിക്കുന്ന ഒരു മതം, ഈ മതം തന്നെ പ്രശ്നമാണേ. നെജിസ് മതം പ്രശ്നം ലിയാഖത്ത് അലിക്ക് വായിക്കാം. നമുക്കെല്ലാം തോന്നുന്ന ഈ അത് മതം എനിക്ക് പ്രശ്നമാവും, കാരണം ഞാൻ മുർത്തതാണ്, മുർത്തതിനെ കൊല്ലണം എന്നാ മതത്തിന്റെ നിയമം. ഇപ്പൊ എനിക്ക് മതം പ്രശ്നമല്ലേ? എന്നിട്ട് എന്താ ലിയാഖത്ത് അലിനെ കൊന്നാ എന്നെ കൊല്ലുന്നില്ല, എന്താ എന്താ ചെയ്യാ? നിങ്ങൾക്ക് പാങ്ങില്ലപ്പോ, അത്രേ ഉള്ളൂ. ഞാൻ മതത്തിന്റെ നിയമം ഞാൻ പറഞ്ഞത്. ലിയാഖത്ത് അലി വായി നിങ്ങൾ ഈ പറയുന്ന ഇനി എന്തെല്ലാം ദിവസം ജാവിദ ടീച്ചറും അതേപോലെ ആരിഫിൽ എന്തെല്ലാം നിങ്ങൾ വിട്ടിട്ട് ആരെങ്കിലും അയച്ചിടൊന്നും കൊന്നാ പോണ്ട. നിങ്ങള് ഏത് ഉസ്താദിനെ കൂടെ കൊടുന്നോളി. നിങ്ങൾ ഉസ്താദിന്മാര് ഉസ്താദ് വരി, നിങ്ങൾ ഈ ലിയാഖത്ത് കൂടി അലി ഈ നടക്കാതെ എന്താ? തലയിൽ കെട്ടി നിങ്ങൾ നിങ്ങൾക്ക് ഈ ഇങ്ങനത്തെ പറയാനറിയാം. നിങ്ങൾക്ക് ഇപ്പൊ എന്നോട് നാല് തലയിൽ കെട്ടിയാണ് നിങ്ങൾക്ക് കെട്ടിയിട്ട് ഇപ്പൊ നിങ്ങൾ എന്നോട് ഇത് ഈ തലയിൽ കെട്ടാ കാര്യത്തിലൊക്കെ ആധികാരികമായിട്ട് സംസാരിക്കാനുള്ള അറിവുണ്ടോ? എങ്ങനെ നിങ്ങൾക്ക് ഈ ഖുർആാനും ഹദീസൊക്കെ വെച്ചിട്ട് ആധികാരികമായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് സ്ഥാപിക്കാൻ കഴിയുമോ? എനിക്ക് അത്ര വലിയ അറിവൊന്നുമില്ല. പക്ഷെ ഞാൻ ഒന്നും അത് മനസ്സിലാക്കി. അറിവില്ല, ഞാൻ ആരെങ്കിലും ഒരാളെ കൂട്ടി നിങ്ങൾ വരുമോ? ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞുതരാം. ഞാൻ മനസ്സിലാക്കിയത് ഇതിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കിയപ്പോ നല്ല മാന്യനായിട്ട് ജീവിക്കാനും മനുഷ്യന്മാരെ ഒരിക്കലും ദ്രോഹിക്കാൻ പാടില്ലെന്നും നിന്റെ സഹപാഠിനെ നീ സഹായിക്കണമെന്നും നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നീ തിന്നുന്നുണ്ടെങ്കിൽ നീയും ഈ കുറ്റക്കാരനാണെന്നും നീ അയൽവാസി പട്ടിണി രോഗികളെ കിടക്കുമ്പോൾ സന്ദർശിക്കണമെന്നും നീ പറഞ്ഞുതരാം. ഈ ആ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് ആ നിറച്ചുണ്ണുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞ അതേ മുഹമ്മദ് നബിയാണ് പറയുന്നത്. അതേ മാതൃകയിൽ തന്നെ ഹദീസിൽ സഹീഹായി രേഖപ്പെടുത്തി വെക്കപ്പെട്ടുള്ള സാധനമാണ് ആരെങ്കിലും ഒരാൾ മതം മാറി അവനെ കൊല്ലണം എന്നുള്ളത്. അതേപോലെ തന്നെ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് ജൂതന്മാരെയും മതംമാരെ ക്രിസ്ത്യാനിയും കൊന്നൊന്നും വലിയാക്കത്തലി മിനിറ്റ് പറയുന്നില്ല. ഒരു മതംമാരെ മിനിറ്റ് കൊല്ലാനല്ല പറയുന്നത്. അത് നിങ്ങൾ വളച്ചൊടിക്കല്ല. അതും ഇതിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതെവിടെ മൻ ആ ബദ്ദല ദീനഹു അതൊക്കെ ഫഖ്തുലു. ഒരു നിങ്ങളെ അതൊക്കെ ഒരു നിങ്ങളെ ആ പറഞ്ഞത് അതൊരു ഞാൻ പറയാൻ സാഹചര്യത്തിൽ സമ്മതിക്ക്. ഞാൻ ഇത് പറയുമ്പോ നിങ്ങൾ കേക്ക്. ഞാൻ ആ വളച്ചൊടിക്കാണോ അല്ലേന്ന് അറിയണമെങ്കിൽ അത് നിങ്ങൾ നിങ്ങള് വളച്ചൊടിക്കാണ്. അത് നിങ്ങൾ ഏതൊരു സാഹചര്യത്തിൽ പറയട്ടെ സുഹൃത്തെ. പറഞ്ഞോ വളച്ചൊടിക്കാണോ അല്ലേന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ആ അവിടെ ഏതെങ്കിലും സുന്നി മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ കെ സുന്നിയുടെ മദ്രസയിൽ പഠിപ്പിക്കുന്ന 12ാം ക്ലാസ്സിലെ ഫിഖഹിലെ 18ാമത്തെ അധ്യായത്തില് റിദ്ദത്ത് എന്താണെന്നും 19ാമത്തെ അധ്യായത്തിൽ മാ യജിബു അലൽ മുർത്തദി എന്ന് പറഞ്ഞിട്ട് ഒരു ചാനൽ ഉണ്ട്. മീൻസ് ഒരു പാടുണ്ട്, 19ാമത്തെ പാടാണ്. അതൊന്ന് എടുത്ത് വായിച്ചു നോക്കി. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരാള് മതം ഉപേക്ഷിച്ചാൽ അവനെ കൊന്നു കളയണം എന്ന് മുഹമ്മദ് നബിയുടെ ഹദീസ് ഉണ്ട്. അത് കൃത്യമായിട്ട് അവിടെ കോട്ട് ചെയ്യുന്നുണ്ട്. മൻ ബദ്ദല ദീനുഹു ഫഖ്തുലു എന്നാണ് ആ ഹദീസ്. ഇത് കൃത്യമായി ഉദ്ധരിച്ചുകൊണ്ട് 12ാം ക്ലാസ്സിൽ നമ്മളെ നാട്ടിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന സാധനമാണ് ഒരാൾ മുർത്തദ്ദായാൽ അയാളെ കൊന്നു കളയണം എന്ന്. എന്നിട്ട് അപ്പൊ ഞാൻ പറയണത് ഒരു മിനിറ്റ് അവിടെ നിക്ക് ഞാൻ ഇത് പറയട്ടെ. നിങ്ങൾ പറഞ്ഞ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ചുണ്ടുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല അറിയാനുള്ള ഒരു മറുപടി കേട്ടോ. അതേ മുഹമ്മദ് നബിയുടെ വേറൊരു ഹദീസാണ്, അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് ജൂത ക്രിസ്ത്യാനികളെ ഞാൻ കെട്ടിക്കും, മുസ്ലിങ്ങളെ അല്ലാതെ ഞാൻ ഇവിടെ ജീവിക്കാൻ അനുവദിക്കുകയില്ല എന്ന് സഹീഹായി രേഖപ്പെടുത്തി വെക്കപ്പെട്ട ഹദീസും ഉണ്ട്. ആ പറഞ്ഞ ആളാണ് പറഞ്ഞത് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുകൊണ്ടുവന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. ആദ്യം പറഞ്ഞതിനുള്ള മറുപടിയാ നിങ്ങള് മുർദ്ദത്തവനെ കൊന്നുകളയണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എത്ര വയസ്സായി? നിങ്ങൾക്ക് എത്ര വയസ്സായി ഏകദേശം? നിങ്ങൾ പറഞ്ഞോളി. എന്നിട്ട് ഏതൊരു മുർദ്ദത്തിനെയാണ് നമ്മ കേരളത്തിൽ നിന്ന് കൊന്നത് പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് അറിയാത്തോണ്ടാണ്. അതായത് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഒരു ധാരണ ഇല്ലാന്നാണ്. പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞത് മുർത്തദിനെ ഒരാൾ ഇസ്ലാം ഉപേക്ഷിച്ചാൽ അവനെ കൊന്നു കളയണമെന്ന് ഇന്ത്യൻ ഭരണഘടനയിലോ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലോ വകുപ്പുണ്ട് എന്നല്ല. ഖുർആനിൽ നിയമമുണ്ട്, ഇസ്ലാമിൽ നിയമമുണ്ട് എന്നാണ്. മനസ്സിലായോ? ഇസ്ലാമിന്റെ ശരീഅത്തിലുള്ള നിയമം ഇന്ത്യയിൽ എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് സുഹൃത്തെ, നിങ്ങളിത് പറഞ്ഞത് നിങ്ങളൊരു വലിയ മണ്ടത്തരം പറഞ്ഞ അതിന്റെ മറുപടി നിങ്ങൾ കേൾക്കട്ടെ.
ആ ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകൾ ബാധിക്കുന്ന നിയമം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഉം, ഇന്ത്യൻ ഭരണഘടനയിൽ ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും അത് ഉപേക്ഷിക്കാനും വേണമെങ്കിൽ ഉം, വേറെ സ്വീകരിക്കാനും പിന്നെ ഉപേക്ഷിക്കാനും ഒക്കെ ഉള്ള അനുവാദമുണ്ട്. ഉം. അതുകൊണ്ട് ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാള് പിന്നെ മതം ഉപേക്ഷിച്ചിട്ട് അയാൾ കൊല്ലപ്പെട്ടിട്ടില്ല എന്നത് ഇസ്ലാമിൽ മുർത്തദിനെ കൊല്ലണമെന്ന് മതനിയമം ഇല്ല എന്നതിന്റെ തെളിവല്ല. ഹലോ ആ ഇങ്ങനെ കോള് ഹലോ കട്ടാവണ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാല് ഇന്ത്യയില് ഒരു മുർത്തദ് കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് അല്ലെങ്കിൽ ഒരാൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇസ്ലാമിൽ അങ്ങനെ നിയമമില്ല എന്നല്ല. ഇന്ത്യയിൽ നിലവിൽ ഇസ്ലാമിക നിയമം ഇല്ല എന്നാണ്. ശരി. ഓക്കെ, അതാണ് മനസ്സിലാക്കേണ്ടത്. പറഞ്ഞുതരാം. ഇനി കേട്ടോ. എന്നിട്ടും മനുഷ്യർ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. എവിടെ? ചേകനൂർ മൗലവിക്ക് എന്താ പറ്റിയത്? അത് എന്റെ ബീബി ഇപ്പൊ ചേകന്നൂർ മൗലവിന്റെതും അങ്ങനെ പല അതിപ്പോ പിന്നെ എന്താണ് മതം ഇല്ലോനും ഇല്ലാത്തവരല്ല അടിയേയും കുത്തുകയും ചെയ്തില്ലേ? അതിലൊരു ഇസ്ലാമിന്റെ തെറ്റായിട്ട് നിങ്ങൾ കാണല്ല. ഇല്ല, അതാണ് പറഞ്ഞത്. അപ്പൊ ഇസ്ലാമിന്റെ തെറ്റ് ഗ്രന്ഥത്തിലുണ്ട്. അതാണ് നിങ്ങൾക്ക് തെളിവ് തന്നത്. ഇനി നിങ്ങൾ പറഞ്ഞു കേൾക്കേണ്ടത് ഇത് ഇസ്ലാമിൽ എഴുതപ്പെട്ട നിയമമാണ്. ഞാൻ പറഞ്ഞത് ഇതാണ് ഇസ്ലാം. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു വളരെ സങ്കുചിതമായിട്ടുള്ള ഒരു മതമാണ്. ഞാൻ നിങ്ങളോട് നിങ്ങൾ ഇന്ത്യയിലെ നിയമം പറഞ്ഞു. ഞാൻ ഒമാനില് 8 വർഷം ജീവിച്ച ആളാണ്. ഓക്കെ, ഈ ഒമാനില് ഈ മതം നിഷേധിക്കുന്ന ഒരു 10-20 ആളെ എനിക്കറിയാം. ഓൻ എന്നോട് പറയുന്നുണ്ട് നീ എന്തിനാ നിസ്കരിക്കുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുണ്ട്. അവര് കൃത്യമായിട്ട് ചിലപ്പോ മറ്റൊരു ഞാൻ പറയുന്നത് ഇസ്ലാമിൽ നിയമമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒമാനില് മുർത്തദ് ഉണ്ട് എന്നാണോ പറയേണ്ടത്? ഇസ്ലാം എന്ന് പറഞ്ഞ ഒമാന, ഇസ്ലാം എന്ന് പറഞ്ഞ സൗദി അറേബ്യ, ഇസ്ലാം എന്ന് പറഞ്ഞ അഫ്ഗാനിസ്ഥാനാ? പറഞ്ഞ ഇസ്ലാമിൽ എന്താ ഇസ്ലാം എന്ന് പറഞ്ഞ എന്താ? അല്ല, ഞാൻ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ എന്നോട് ഇപ്പൊ ഒരു ചോദ്യത്തിന് ചോദിച്ചു ഇന്ത്യയിൽ ഇങ്ങനെ നിയമമില്ലോണ്ട് ഇന്ത്യൻ ഭരണഘടന. ഞാൻ നിങ്ങളോട് പറയുന്നത് ഇസ്ലാമിക ഭരണകൂടമുള്ള ഒമാനിൽ ഇങ്ങനെ ഉണ്ടായിട്ട് ഇസ്ലാമിക ഭരണകൂടമുള്ള 6 രാജ്യങ്ങളിൽ ഇപ്പോഴും മതനിഷേധത്തിന് വധശിക്ഷയുണ്ട്. 6 രാജ്യങ്ങളിൽ. നിങ്ങൾ മതനിഷേധത്തിൽ ശിക്ഷിച്ച ഒരു ശിക്ഷ നിങ്ങൾ പറഞ്ഞു നിയമമുണ്ടെന്നാ പറഞ്ഞ സുഹൃത്തെ. നിയമമുണ്ട്, എഴുതി വെക്കപ്പെട്ട നിയമമുണ്ട്. എത്രയോ മനുഷ്യർ എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനെ കുറിച്ചൊന്നും ഒരു ധാരണയില്ല. മതനിഷേധത്തിന്റെ പേരിൽ ഇസ്ലാമിക ഭരണകൂടങ്ങളോ ആൾക്കൂട്ടങ്ങളോ കൊലപ്പെടുത്തിയ ആളുകളുടെ ലിസ്റ്റ് ഒരു പുസ്തകമായിട്ട് തന്നെ എഴുതാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വരും. അപ്പം മതനിയമം ഇസ്ലാമിലുണ്ട്. ഞാൻ പറഞ്ഞ നമ്മളെ മദ്രസയിൽ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ മേലൊന്നും വേണ്ട നിങ്ങൾക്ക്. നമ്മളെ നാട്ടിലെ കുട്ടികളെ അബുദാബിയില് സുഹൃത്തെ, നമ്മുടെ നാട്ടിൽ നിങ്ങൾ അബുദാബിക്കോ ഒമാനിക്കോ ഒന്നും പോണ്ടാന്നേ. നിങ്ങൾ ഏതെങ്കിലും ഒരു സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ 12ാം ക്ലാസ്സിലെ ഫിഖ്ഹിന്റെ പുസ്തകം എടുത്തിട്ട് അതിലെ 18ാമത്തെയും 19ാമത്തെയും പേജ് എടുത്ത് വായിക്കേ. ആ സമസ്ത എന്ന് പറഞ്ഞ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അവരത് പച്ചക്ക് പഠിപ്പിക്കുന്നു. അത്രേ ഉള്ളൂ. നിങ്ങൾ ഇസ്ലാമിനെ അളക്കേണ്ട ഒരു സമസ്തനെയോ മുജാഹിദിനെയോ അല്ല, ഒമാനെ വെച്ചിട്ടേക്കാരല്ലേ? ഒമാനെ വെച്ചിട്ട് ഖുർആനും ഒമാനെ വെച്ചിട്ടാണ് അളക്കേണ്ടത്. ഇസ്ലാമിന്റെ നന്മ വെച്ചിട്ടല്ലേ ഇസ്ലാമിന്റെ നന്മ മുസ്ലിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്, മനുഷ്യർക്ക് പൊതുവിലുള്ളതല്ല. മനുഷ്യർക്ക് പൊതുവിൽ ബാധകമാകുന്ന ഒരു നന്മ ഇസ്ലാമിലില്ല. ഇസ്ലാം ഉമ്മത്ത് അല്ലെങ്കിൽ മുസ്ലിം ആണെന്ന് പ്രഖ്യാപിച്ച ആള്, ഇസ്ലാം മതത്തിന് കീഴ്പ്പെടുന്ന ആള്, അത്രയുള്ള മുസ്ലിം. അങ്ങനല്ല, നന്മക്ക് അങ്ങനെ കിടന്ന് മെഴുകാണ്. ഇതന്നെയാണ് ഷമീറിനുള്ള പണി. നിങ്ങൾക്കും ഷമീറിനൊക്കെ ഒരേ ട്യൂഷനാണെന്നാണ് പ്രശ്നം. അതെ, എന്തൊരു കഷ്ടം. അതാണ് പ്രശ്നം. എന്താണ് ഇസ്ലാം പറഞ്ഞാൽ അറിയില്ല, എന്താണ് മുസ്ലിം അറിയില്ല, എന്താ കാഫിർ അറിയില്ല, എന്താ നജസ് എന്ന് അറിയില്ല. നമ്മുടെ നാട്ടിലെ മദ്രസയില് ഹദീസിലുള്ള സാധനങ്ങൾക്ക് പറഞ്ഞ ഹദീസ് നിങ്ങൾ അംഗീകരിക്കുവോ? നിങ്ങൾ ഹദീസ് അംഗീകരിക്കുവോ? ലിയാഖത്തലിക്ക് വേണുമ്പോ ഇന്ത്യയിലെ ഭരണഘടന കൊണ്ടുവരും. ഞാൻ വേണ്ടുമ്പോ എനിക്ക് ആകെ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് പറയുമ്പോ ആ ഭരണഘടന അതൊന്നുമില്ല. ഇതൊക്കെ നിങ്ങൾ ഷമീറിന് പഠിക്കാണ്. നിങ്ങൾ ഷമീറിന്റെ വീഡിയോ കേട്ടത് നിങ്ങൾക്ക് ഷമീറിനെ ആദ്യമായി കേട്ടത് ഇന്നലെ നിങ്ങളെ സമ്പാദിക്കാൻ. അത് അടിപൊളി. അന്നേരം ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ ഈ പരുവത്തിലായെങ്കിലേ ഭയങ്കര സംഭവം തന്നെയാണ് അത്. ഞാൻ എന്താ പരുവത്തിലായി? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നമ്മൾ മാന്യമായിട്ട് സുഹൃത്തെ, മതനിയമം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. നിങ്ങൾ പറഞ്ഞതിനുള്ള മറുപടികളൊക്കെ തന്നു.
അത്രേ ഉള്ളൂ. നിങ്ങൾ ഇത് എന്തോ വലിയ സംഭവമാണ്, ചക്കര കട്ടിയാണ്. നിങ്ങളിപ്പോ ഖുർആന്റെ സന്ദം വന്ന് തുടങ്ങിയിട്ട് അയൽവാസി പട്ടണം കിടക്കുന്നിടത്ത് എത്തിയില്ലേ, ഇതിനൊക്കെ ഉള്ള മറുപടി ഞാൻ തന്നു. ഇത് നിങ്ങൾ മനസ്സിരുത്തിയിട്ട് മുൻവിധികളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മളെ കയ്യിലുള്ളത് പത്തരമാറ്റ സാധനമാണെന്നുള്ള ആ ഒരു അന്ധവിശ്വാസം ഒഴിവാക്കിയിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയും ഞാൻ ചോദിക്കുന്ന ഞാൻ ചോദിക്കട്ടെ, ഒരാള് അയാളുടെ മതവിശ്വാസം ഉപേക്ഷിക്കുന്നത് കൊല്ലപ്പെടേണ്ട കുറ്റാണോ? ആരാ പറഞ്ഞ അങ്ങനെ മതവിശ്വാസം കൊല്ലപ്പെടണമെന്ന് ആരാ പറഞ്ഞത്? മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞിട്ടില്ല. അവിടെ മതം ഉപേക്ഷിക്കുന്നവനോട് കൊല്ലപ്പെടണമെന്ന് പറഞ്ഞിട്ടേ. മതം ഉപേക്ഷിക്കുന്നവനെ കൊല്ലണമെന്ന് മുഹമ്മദ് നബി പറഞ്ഞ ഹദീസ് നിങ്ങൾക്ക് പറഞ്ഞേ. ഹദീസ് നിങ്ങളിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സാഹചര്യം സന്ദർഭം ഞാൻ എല്ലാം പറഞ്ഞുതരാം. ഏതെങ്കിലും തലയിൽ കെട്ട് കെട്ടുകാരെടുത്തിട്ട് ഏതെങ്കിലും തലയിൽ കെട്ട് കെട്ടുകാരെ എഴുതിയോ ഏതെങ്കിലും മറ്റേ ഇമാമ് നിലമ്പർക്ക് കൊണ്ടുവരുന്നല്ലേ നമുക്ക് അംഗീകരിച്ച കയ്യിലാണ്. നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യം പറയും. ഞാൻ അംഗീകരിക്കുന്നതിൽ ഇത്ര സമയം പറഞ്ഞത് ഇസ്ലാമിനെ ഇവിടെ ദ്രോഹമില്ല. ഞാൻ അംഗീകരിക്കുന്ന ഗ്രന്ഥം ഖുർആൻ തന്നെ. ഖുർആനെ കൊണ്ട് എന്ത് അംഗീകരിക്കുന്നില്ല. ഹദീസ് അംഗീകരിക്കുന്നു. സഹിഹായി രേഖപ്പെടുത്തി വെക്കപ്പെട്ട സനദോട് കൂടിയുള്ള ഹദീസുകൾ അംഗീകരിക്കുന്നോ ഇല്ലയോ? അത് അംഗീകരിക്കണം എന്നുണ്ടെങ്കിൽ അത് കൂടുതലായി സഹീഹ് ബുഖാരിയിലുള്ള ഹദീസുകൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? സഹീഹ് ബുഖാരിയിൽ ഹദീസ് എല്ലാം ഞാൻ അംഗീകരിക്കുന്നില്ല. പക്ഷേ ബുക്ക് നമ്പർ 84 ഹദീസ് 57 ഖുർആനിലെ ഞാൻ പറയുന്ന മൻ ബദ്ദല മുതൽ പറയുന്ന ഒരു വിഷയം മൻ ബദ്ദല ദീനുഹു ഫഖ്തുലുഹു ബുഖാരിയിലുള്ള ഹദീസാണ്. ഹദീസ് നമ്പറാണ് ബുക്ക് 84 ഹദീസ് 57. അത് മാത്രമേ ഉണ്ടാവൂ, അതിന്റെ മുമ്പും പിൻബലം ഉണ്ടാവൂലേ? അതാണ് ഹദീസിന്റെ പിന്നെ ഇത് അല്ലല്ല അതിന് ഒരു ഒരു തല മാത്രമല്ല ഉണ്ടാവല്. മൻ ബദ്ദല ദീനുഹു ഫഖ്തുലു അതന്നെ ഹദീസ് ഉള്ളൂ. അത് മാത്രമല്ല അലിയാക്കത്തിന് ഞാൻ നിങ്ങളെ സംവാദം കണ്ടിട്ട് ഞാൻ നിങ്ങളോട് ഒറ്റ ചോദ്യം എനിക്ക് ലാസ്റ്റ് നിങ്ങൾ ഹദീസ് അംഗീകരിക്കുമോ ഇല്ലയോ? ഹദീസ് അംഗീകരിക്കുന്നതിന് ഒരു കൂട്ടല്ല, രണ്ടു കൂട്ടല്ല, മൂന്ന് കൂട്ടം ഞാൻ പറഞ്ഞില്ലേ അംഗീകരിക്കുന്നുണ്ട്. പിന്നെന്താ ഈ ഹദീസ് എന്തെങ്കിലും അംഗീകരിക്കാത്ത? നിങ്ങൾക്ക് കുറച്ചുകൂടി കനപ്പെട്ട വിശദമായ ഹദീസ് വേണോ? ഈ ഹദീസ് നിങ്ങൾക്ക് കുറച്ചുകൂടി കനപ്പെട്ട അതിന്റെ സാഹചര്യവും സന്ദർഭവും ഒക്കെ ഉള്ള ഒരു ഹദീസ് വേണോ? പിന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത് നമുക്കത് പിന്നീട് അങ്ങോട്ടേക്ക് പോവാം. അത് കാരണം കിതാബിനെ നമ്മൾ മുമ്പിൽ എടുത്തിട്ട് വെച്ചിട്ട് ഇപ്പൊ നോക്കാം. അതിനൊന്നും ഇപ്പൊ വലിയ സംഭവമൊന്നുമില്ല. ഞാനിപ്പോ ഒന്ന് ഒതുക്കി വണ്ടി ഒതുക്കിയാ മൊബൈലിൽ നോക്കി നിങ്ങൾക്ക് കിട്ടുന്ന സാധനം ജെന്നിയോട് ചോദിച്ചിട്ട് പറയാൻ പറ്റുമെന്ന് എനിക്കറിയാം. ഞാൻ അതെല്ലാം നിങ്ങളോട് ചോദിക്കുന്നത്. ഞാൻ നിങ്ങളോട് സുനൻ നസായിലുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു സംഭവം ഞാനില്ല ലിയാഖത്തുലുമായിരുന്നു. ഞാനിപ്പോ നമ്മൾ തമ്മിലുള്ള പരിപാടിയിൽ നിങ്ങൾക്ക് സഹീഹ് ഗ്രേഡിലുള്ള ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് ഒരു ഹദീസ് പറഞ്ഞുതരാം. നിങ്ങൾ സഹീഹ് ബുഖാരിയില് ഒരു മിനിറ്റ് നിങ്ങൾ അവിടേക്ക് വോളിയം നമ്പർ 9 ബുക്ക് 84 ഹദീസ് 57 അതാണ് ഇംഗ്ലീഷ് റെഫറൻസ്. ബുക്ക് റെഫറൻസ് ആണെങ്കിൽ ബുക്ക് നമ്പർ 88 ഹദീസ് 5. അല്ല നിങ്ങൾക്ക് സൗദി അറേബ്യന്റെ ഓൺലൈൻ ഇതാണ് വേണ്ടതെങ്കിൽ sunna.com ഞാൻ ഒന്ന് പറയട്ടെ, നിങ്ങൾ ഇതൊന്ന് കേക്കേ. sunna.com ആണെങ്കിൽ സഹീഹ് ബുഖാരി 6922 ഈ ഹദീസിൽ പറയണത് ഇതിന്റെ സനദൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അതിൽ പറയുന്നത് എന്താന്ന് വെച്ചാല് കുറച്ച് ആളുകള് മതം ഉപേക്ഷിച്ച് തിരിച്ചുപോയി, ഇസ്ലാം ഉപേക്ഷിച്ചു മടങ്ങി. ആ ആളുകളെ അലി റളിയല്ലാഹു അൻഹു തീയിട്ട് കൊന്നു. പിടികൂടി അവരെ തീയിട്ട് കൊന്നു, കത്തിച്ചു കൊന്നു. പറയട്ടെ സുഹൃത്തെ, ഞാൻ ഹദീസ് കംപ്ലീറ്റ് ആക്കിയതാ. ഈ വിവരം അറിഞ്ഞ ഇബ്നു അബ്ബാസ് അലിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഈ ചെയ്തത് തെറ്റാണ്. അതായത് തീയിട്ട് കൊല്ലുന്നത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ശിക്ഷയാണ്, നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അള്ളാഹുവിന്റെ ശിക്ഷ ഉപയോഗിച്ച് മനുഷ്യരെ ശിക്ഷിക്കുന്നത് അള്ളാഹു മനുഷ്യർക്ക് വിലക്കിയിട്ടുണ്ട് എന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അള്ളാഹുവിന്റെ ശിക്ഷ ഉപയോഗിച്ച് ആളുകളെ ശിക്ഷിക്കരുതെന്ന് മുഹമ്മദ് നബി പറഞ്ഞ ഹദീസ് ഉള്ളത് കൊണ്ട് അങ്ങനെ തീയിട്ട് കൊന്നത് ശരിയായില്ല. പക്ഷേ ഞാനാണെങ്കിലും അവരെ കൊല്ലുമായിരുന്നു എന്നാര് പറയണേ? ഇബ്നു അബ്ബാസ് പറയണേ. എന്ത് കാരണം കൊണ്ട്? അക്കോർഡിംഗ് ടു ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് അള്ളാഹ്സ് മെസ്സഞ്ചർ, ഹൂഎവർ ചേഞ്ച് ഹിസ് ഇസ്ലാമിക് റിലീജിയൻ ദെൻ കിൽ ഹിം. നിങ്ങൾക്ക് ഞാൻ വായിച്ചു തരാം. വല ഖത്ലഹും ലിഖൗലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ബദ്ദല ദീനുഹു ഫഖ്തുലൂഹു. ആരെങ്കിലും ഒരാൾ ദീൻ ഉപേക്ഷിച്ചാല്
ഓനെ കൊന്നുകളയണം എന്ന് പ്രവാചകന്റെ കൽപ്പന ഉള്ളത് കൊണ്ട് ഞാനാണെങ്കിലും അവരെ കൊല്ലുമായിരുന്നു. പക്ഷെ അലി ചെയ്ത പോലെ കത്തിക്കൂലായിരുന്നു. കത്തിച്ചു കൊല്ലാൻ നമുക്ക് അനുവാദമില്ല. അവിടെ ഒരു ഈ ഇസ്ലാം മൻബദ്ദല ഉദ്ദേശിച്ച ദീനുഹു ഫഖ്തുലുഹു എന്നുള്ള വായത്ത്, ഒരു മിനിറ്റ്, ഈ ഹദീസ് നിങ്ങൾക്ക് ഒരു 100 ഞങ്ങൾക്ക് എടുത്തുതരാം. മൻബദ്ദല ദീനുഹു ഫഖ്തുലുഹു എന്ന ഹദീസിന്റെ വ്യത്യസ്തമായിട്ടുള്ള റിവായത്തുകൾ, സഹീഹായ ഹദീസുകളുടെ ഒരു ലിസ്റ്റ് ഞങ്ങൾക്ക് വായിച്ചു തരാം. സുനൻ നസായിൽ 4059 ഗ്രേഡ് സഹീഹാണ്. ഒറ്റ മിനിറ്റ്, ഞാൻ നിങ്ങളോട് പറയുന്നത് അതിന്റെ സാഹചര്യവും സന്ദർഭവും എല്ലാം ബാക്കിയെല്ലാം എന്ത് സാഹചര്യം? ഒരാള് മതം ഉപേക്ഷിച്ചാൽ അവനെ കൊല്ലണം എന്ന്, ഒരാള് മുർത്തദ്ദായാൽ അയാളെ കൊല്ലണം എന്നത് സ്പഷ്ടമായി വ്യക്തമായി എഴുതി വെച്ച ഹദീസുകളുടെ കാര്യമാണ് പറഞ്ഞത്. ഈ ഹദീസിനെ അധികരിച്ച് നമ്മുടെ നാട്ടിലുള്ള കുട്ടികളെ, 12ാം ക്ലാസ്സിലെ കുട്ടികളെ ഇത് പഠിപ്പിക്കുന്നുണ്ടെന്ന്. എന്നിട്ട് ആരെങ്കിലും കൊല്ലുന്നു നിങ്ങൾ കണ്ടില്ല? അതിന്റെ മറുപടി നിങ്ങൾക്ക് പറഞ്ഞു. നിങ്ങൾക്ക് തീരെ തലയ്ക്ക് കയറൂല. ഇപ്പൊ നമുക്ക് മറുപടി സൗദി അറേബ്യന്റെ നിയമം പറയുന്നത്. ഞാൻ ഇസ്ലാമിനെ കുറിച്ചാ പറഞ്ഞ സുഹൃത്തെ. സൗദി അറേബ്യനെ കുറിച്ചോ ഒമാനെ കുറിച്ചോ ഇന്ത്യയെ കുറിച്ചോ അല്ല. ഇസ്ലാമിന്റെ നിയമം എന്ന് പറഞ്ഞാൽ സൗദി ഇന്ത്യ ഒന്നും അല്ലല്ലോ. അത് ഖുറാനും ഹദീസും ഇജ്മാവും ഖിയാസും ഫിഖ്ഹും അല്ലേ. ഇസ്ലാമിന്റെ നിയമം നടപ്പാക്കുന്ന സ്ഥലങ്ങളിൽ, ഇസ്ലാമിക നിയമം നടപ്പിലാക്കുന്ന സ്ഥലങ്ങളിൽ, ഇസ്ലാമിക നിയമം നടപ്പിലാക്കിയ സ്ഥലത്ത് അലി നടപ്പിലാക്കിയതാണ് ഇപ്പൊ ഹദീസ് എന്ന് വായിച്ചു തന്നത് നിങ്ങൾക്ക്. നിങ്ങൾ ഹദീസ് വായിച്ചു തന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതിന്റെ എന്താ അപ്പറയും മതം ഉപേക്ഷിച്ചതിന്റെ പേരിൽ കൊന്നു എന്ന് ഹദീസിൽ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. ഒരാൾ മതം ഉപേക്ഷിച്ച് പോകില്ലല്ലോ. ഇപ്പൊ ഞാൻ മതം ഉപേക്ഷിച്ചു, ഒരാള് മതം ഉപേക്ഷിച്ചാൽ അയാളെ കൊല്ലണം എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അലി കൊന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെ നാട്ടിലെ കുട്ടികൾ മദ്രസയിൽ ഇപ്പോഴും പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ റസൂലിന്റെ കാലത്തിന് ശേഷം ഒരാളും ബാക്കിയുള്ളവരെ മതം ഉപേക്ഷിച്ച പോലെ ആളുണ്ടായിട്ടില്ലേ? എങ്ങനെ ബാക്കിയായത് അത് നിങ്ങൾക്ക് അറിയില്ലല്ലേ? മുഹമ്മദ് നബി മരിച്ചതിന് ശേഷം പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇസ്ലാമിന്റെ ഒരു കഥയും കവായതിയും ഇല്ല കേട്ടോ. അതായത് മുഹമ്മദ് നബി മരിച്ചതിന് ശേഷം പറഞ്ഞുതരാം. ഒരുപാട് ആൾക്കാരെ കൊന്നതിന്റെ കഥയും പറഞ്ഞുതരാം. നിങ്ങൾക്കേ ഒരുപാട് ആൾക്കാരെ കൊന്നതിന്റെ കഥ പറഞ്ഞുതരാം. നിങ്ങൾക്ക് റിദ്ദ വാർന്നൊരു യുദ്ധം നടന്ന അറിയോ? മുർത്തദ്ദുകളോടുള്ള യുദ്ധം അറിയോ നിങ്ങൾക്ക്? മുഹമ്മദ് നബി മരിച്ചതിന് ശേഷം അബൂബക്കർ ആദ്യമായിട്ട് ചെയ്ത യുദ്ധം ഏതാണ് അറിയോ നിങ്ങൾക്ക്? നമ്മൾക്ക് ആ സബ്ജക്റ്റിൽ ഞാനൊരു അറിയോ? നിങ്ങൾക്ക് അറിയോ? ആ യുദ്ധത്തിന്റെ കാരണം ആളുകൾ മതം ഉപേക്ഷിച്ച ആളുകളെ നേരിടാൻ അബൂബക്കർ യുദ്ധം പ്രഖ്യാപിച്ചു, യുദ്ധം ചെയ്തു. നിങ്ങൾ മുസൈലിമത്തുൽ കദ്ദാബിനെ കൊന്ന കഥ കേട്ടിട്ടില്ലേ? എനിക്ക് പണിയുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിച്ചതല്ലെങ്കിൽ മറുപടി പറയുന്നത്. പണി നടക്കട്ടെ കേട്ടോ. അബൂബക്കർ യുദ്ധം പ്രഖ്യാപിച്ചത് മുർത്തദ്ദുകളാണ്. ഞാൻ നിങ്ങളെ രാത്രി ഫ്രീ ആവുമ്പോൾ വിളിക്കാം. രാത്രി വിളിച്ചെന്നെ കിട്ടൂല, പകലേ കിട്ടുള്ളൂ. രാത്രി ഞാൻ ഫ്രീ ആവില്ല. ശരി.